ഡോക്ടർ വി വേണു നമ്മുടെ ചീഫ് സെക്രട്ടറി 2018 പ്രളയകാലത്തെ ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം ആ കാലത്തെക്കുറിച്ച് ന്യൂസ് 18 ക്യുവൈറ്റിൻ അഭിമുഖത്തിൽ പറയുകയായിരുന്നു. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സുഭാഷ് ചന്ദ്രബോസ് ദുരന്ത നിവാരണ വിദഗ്ധൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, 2018 പ്രളയകാലം മലയാളികളെ സംബന്ധിച്ച് അത്ര പെട്ടെന്ന് മറന്നു പോകാൻ കഴിയുന്ന ഒരു കാലഘട്ടമല്ല. പ്രത്യേകിച്ചും ഓഗസ്റ്റ് മാസത്തിലെ ഒരു 10 ദിവസം അത്രയും പ്രതിസന്ധികളിൽ കൂടി നമ്മൾ കടന്നു വന്നതാണ്. പക്ഷെ അതൊക്കെ നമ്മൾ അതിജീവിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. ആ കാലഘട്ടത്തെക്കുറിച്ച് അന്നത്തെ ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ വി വേണു കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. ഡാമുകളടക്കം പൊട്ടാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ആശങ്ക സാങ്കേതിക വിദഗ്ധർ പങ്കുവച്ചിരുന്നു. അത്രയും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ കൂടിയാണെന്ന് നമ്മൾ മുന്നോട്ട് പോയത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ അന്ന് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളോ സൂചനകളോ ഒക്കെ പുറത്തു വന്നിരുന്നെങ്കിൽ എന്താകും സാഹചര്യമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. പക്ഷേ ഇത്രയും വർഷത്തിന് ശേഷം നമ്മൾ അത് കേൾക്കുമ്പോൾ ആ ഒരു ലാഘവത്തോടെ ആണെങ്കിൽ പോലും എങ്ങനെ കാണണം? അപർണ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകത്തെല്ലാ രാജ്യങ്ങളിലും രാഷ്ട്രീയ നേതൃത്വമല്ല അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ നേതൃത്വമല്ല ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതും അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നത്. തീരുമാനമെടുക്കുന്നതായിക്കോട്ടെ, നയപരമായ തീരുമാനമെടുക്കുന്നത് അവസാനം രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും ആയിക്കോട്ടെ. പക്ഷെ സാങ്കേതിക വിദഗ്ധർ പറയുന്ന കാര്യങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പോകേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ കേരളത്തിൽ സാങ്കേതികമായി കാര്യങ്ങൾ പറയുന്നവർ ആര് എന്ന് നോക്കിയിട്ട് പലപ്പോഴും ചർച്ചകൾ പോകാറുണ്ട്. 2018 പ്രളയകാലത്ത് ന്യൂസ് 18 ചാനലിൽ ഉൾപ്പെടെ ഞാൻ ധാരാളമായി പ്രത്യക്ഷപ്പെട്ടിരുന്നു. നമ്മൾ നിരവധി തവണ പറഞ്ഞതാണ്, ഡാം പൊട്ടുന്നതിന് മുമ്പ് തന്നെ, പൊട്ടാൻ സാഹചര്യം വരുന്നതിന് മുമ്പ് തന്നെ, മഴ വരുന്ന സമയത്ത് തന്നെ, മഴയിൽ മാറ്റം കണ്ടപ്പോൾ തന്നെ നമ്മൾ സൂചനകൾ നൽകിയിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ടാവും, ചിലപ്പോൾ താങ്കൾ ഓർക്കുന്നുണ്ടാവും, ഇടുക്കി ഡാമിനെ സംബന്ധിച്ച് നമ്മൾ വളരെ കൃത്യമായി ഓരോ ദിവസത്തെയും ഓരോ മണിക്കൂറിലെയും കാര്യങ്ങൾ പോലും ന്യൂസ് 18 ഉൾപ്പെടെ ചർച്ച ചെയ്തിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അന്ന് ഒരുപക്ഷെ അത് ഗവൺമെന്റിന്റെ ഇമേജിനെ ബാധിക്കുമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അത് അന്ന് സമ്മതിച്ചില്ല. ഇപ്പൊ വേണു സാർ പറയുന്നതിൽ ചിലപ്പോൾ ഒരു ആത്മപരിശോധന ആയിരിക്കാം. അങ്ങനെ അതിനെ പോസിറ്റീവായി എടുത്താൽ, സാർ പറയുന്നതിന്റെ ആ ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾ എടുത്താൽ, ഇനിയും നമുക്ക് കേരളം പോലുള്ളൊരു വളരെ സെൻസിറ്റീവായ ഒരു പ്രദേശത്ത്, കാലാവസ്ഥാ മാറ്റം വളരെ രൂക്ഷമായി വരുന്ന പ്രദേശത്ത് തീർച്ചയായും ഇനിയും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിക്കൂടാ എന്നില്ല. ഇപ്രാവശ്യം എന്താ നല്ല വരൾച്ച വരികയാണ്. ഇനി അങ്ങോട്ടും അടുത്ത വർഷത്തെ മഴയൊന്നും നമുക്കറിയില്ല. അപ്പൊ കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാകുന്ന ഒരു ഭൂപ്രദേശത്ത് ഇത്തരം തിരിച്ചറിവുകളും അത് പറയാൻ കാണിച്ച ആർജവം, സാർ അത് പറഞ്ഞല്ലോ, സാർ ഒരു സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായത് കൊണ്ടായിരിക്കാം സാർ അത് പറഞ്ഞത്. അല്ലെ പലരും അങ്ങനെ പറയില്ല, പൊതിഞ്ഞ് പറയും. പക്ഷേ സാർ ഒരു വളരെ ശുദ്ധഹൃദയം ഉള്ളതുകൊണ്ടായിരിക്കാം സമൂഹത്തോട് ഇത് പറഞ്ഞത്. കാരണം ഒരു ചാനലിലാണല്ലോ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഹൃദയത്തെ നമുക്ക്, അല്ലെ അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിതിന്റെ എടുക്കേണ്ട ഒരു പോസിറ്റീവ് സൈഡ്, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിന്റെ ഒരു പോസ്റ്റ്മോർട്ടത്തിന് പ്രസക്തിയില്ല. വരാൻ പോകുന്ന കാലഘട്ടത്തെ നമുക്ക് കൂടുതൽ തയ്യാറെടുപ്പുകൾ എങ്ങനെ നടത്താം എന്നുള്ളതിനെ കുറിച്ച് ഇതും കൂടെ ഒരു ലെസൺ ആയിക്കോട്ടെ. കാരണം അങ്ങനെ ഒരു ടെൻഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രിപ്പയർഡ്നെസ് നമുക്ക് നടത്തേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെടുത്തി എനിക്ക് പറയാനുള്ളത്, എന്റെ നിരീക്ഷണം, നമുക്ക് ദുരന്തം ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ദുരന്ത നിവാരണ വിദഗ്ധർ, അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങൾ താങ്കൾക്ക് കേൾക്കാമെങ്കിൽ തുടരാം. എനിക്ക് കേൾക്കാം. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രശ്നത്തെ, നമ്മുടെ സ്ഥലത്ത് ഇനിയും ഇത്തരം ദുരന്തങ്ങളും കാര്യങ്ങളും വരാം. അപ്പൊ ഇനിയും നമ്മൾ തയ്യാറെടുപ്പുകളുടെ കാര്യത്തിൽ ഇപ്പോഴും കുറച്ചുകൂടി പുറകിലാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ നമ്മൾ താങ്കൾ നേരത്തെ ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ. അന്ന് അദ്ദേഹം വേണു സാറ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അല്ലെങ്കിൽ ദുരന്ത നിവാരണത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നെങ്കിൽ ഇന്ന് സാർ ചീഫ് സെക്രട്ടറിയാണ്. അപ്പൊ തീർച്ചയായിട്ടും സാറിന് കുറെ കൂടി എല്ലാ ഉദ്യോഗസ്ഥരെയും എല്ലാ സംവിധാനങ്ങളെയും സാറിന് മൊബിലൈസ് ചെയ്യാൻ കഴിയും. സാർ അപ്പോൾ ഈ നാട്ടിലെ സാങ്കേതിക വിദഗ്ധരെയും അതുപോലെ ഈ നാട്ടിലെ ശാസ്ത്രജ്ഞരെയും അങ്ങനെയുള്ള എല്ലാവരെയും കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു തയ്യാറെടുപ്പ്, മുന്നോട്ടുള്ള ഒരു മുന്നൊരുക്ക പരിപാടി സാറിന് തയ്യാറാക്കാൻ പറ്റും. അതിനുള്ള ഒരു ഇൻസൈറ്റ് ആയി നമ്മുടെ ഈ ഇന്റർവ്യൂവിനെയൊക്കെ കാണാവുന്നതാണ്. യെസ്,
എന്തായാലും താങ്കൾ സൂചിപ്പിച്ച പോലെ നേരത്തെ കഴിഞ്ഞതൊന്നും കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമുക്കതിനെ നിസ്സാരവൽക്കരിച്ച് കാണാൻ കഴിയില്ല. ഇനി മുന്നോട്ടുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. 2018 ശേഷം സമാന സാഹചര്യം 2019 ആവർത്തിച്ചു. പിന്നീടുള്ള കാലഘട്ടം ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയ മഴ പെയ്യുമ്പോൾ പോലും അത്രയധികം വെള്ളം വന്ന് ചാടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതുകൊണ്ട് കൃത്യമായ മുന്നൊരുക്കത്തോടെ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ മുന്നൊരുക്കങ്ങൾ വേണം അതൊക്കെ നടത്തി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അതിലേക്ക് ഞാൻ വരാം. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഇതിൽ ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയം കലർത്തുന്നുവെന്ന് വിചാരിക്കേണ്ടെങ്കിലും ചോദിക്കട്ടെ, ആ കാലഘട്ടത്തിൽ ഏറ്റവും അധികം അന്ന് പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ആ കാലഘട്ടത്തെ നമ്മൾ അതിജീവിച്ചു. അതിനുശേഷം പ്രതിപക്ഷം ഏറ്റവും അധികം ഉയർത്തിയ ഒരു വിമർശനം എന്ന് പറയുന്നത് ഈ ഡാം തുറന്നുവിട്ടതുമായി ബന്ധപ്പെട്ടായിരുന്നു. മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നുവിട്ടതാണ് കേരളത്തിൽ പ്രളയമുണ്ടാകാൻ കാരണമെന്നതടക്കമുള്ള വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഈ കാലഘട്ടത്തിലും ഉയരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ ചീഫ് സെക്രട്ടറി പറഞ്ഞതുമായി കൂട്ടി വായിക്കുകയാണെങ്കിൽ അന്ന് അങ്ങനെ ഒരു ആശങ്കയുള്ളത് കൊണ്ടായിരിക്കുമോ ഡാമുകൾ ഇങ്ങനെ വ്യാപകമായി തുറന്നുവിടാൻ കാരണമായി എന്ന് പറയാൻ കഴിയുക? അല്ല, ഡാമുകൾ തുറന്നില്ലായിരുന്നെങ്കിൽ അത് ഓവർഫ്ലോ ചെയ്യുകയോ പൊട്ടുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ വേറെ ദുരന്തം വരുമായിരുന്നു. അപ്പൊ ഡാം അത് മറ്റൊരു ദുരന്തത്തിലേക്ക് പോകുമായിരുന്നു. നമ്മൾ വിചാരിക്കാത്ത വേറൊരു കൂട്ടക്കൊലയിലേക്കായിരിക്കും അത് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയിൽ ഡാം തുറന്നു. പക്ഷെ തുറക്കുന്നതിന് മുമ്പേ ചെയ്യേണ്ടുന്ന ചില പ്രിക്കോഷൻ നടപടികൾ എടുക്കാൻ നമുക്കൊരു ചിരപരിചിതമല്ലല്ലോ. ഇതൊന്നും പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം. മുൻ പരിചിതമില്ലാത്ത കേരളത്തിൽ 100 വർഷങ്ങൾക്ക് മുമ്പല്ലേ പ്രളയം വന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും കണ്ടു പരിചയമില്ലാത്തൊരു തലമുറ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊന്നും വരില്ല എന്ന് വിചാരിച്ചു. അതുകൊണ്ടുള്ളൊരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തിയിട്ടില്ല. അപ്പൊ അതിന്റെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ചു. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയേരാം.